ഇനിയുള്ള കാര്യത്തിൽ വരരുത്. അതുകൊണ്ടാണ് ഇതിനകത്ത് കൃത്യമായിട്ട് ചെയ്തു പോകാൻ ശ്രമിക്കുക. ഒരു ദിവസം എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അത് അടുത്ത ദിവസം അതിനുള്ള പരിപാടികൾ ചെയ്യണം. ഈ ഒരു നമ്മളെന്തായാലും വളരെ സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു ചന്ദ്രവട്ടം പൂർത്തിയാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇനിയൊരു 3 ചന്ദ്രവട്ടം കൂടി നിങ്ങൾ എനിക്ക് വേണ്ടി സമയം തരൂ. നമുക്ക് അതിൻ്റെ റിസൾട്ട് ഞാൻ പ്രാക്ടീസിലേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു. നമ്മൾ ഊർജ്ജതത്വം ആയിട്ട് വേണ്ട തത്വങ്ങൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ഇത് നമ്മുടെ ചർച്ചകളിൽ വരാൻ പറ്റുമെങ്കിൽ, ഞാൻ ചർച്ചയിലേക്ക് വരാൻ പറയണ സമയത്ത് എൻ്റെ മൈൻഡ് നേരത്തെ കണക്കെ പഴയകാല അനുഭവങ്ങളിൽ ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ വേറൊരു വിഷയമുണ്ട്. ഇതിൽ നമ്മൾ ചർച്ചകളും കാര്യങ്ങളും കുറയുന്നതിനനുസരിച്ച് അടുത്ത ബാച്ചിൽ നമ്മൾ സംസാരിക്കാൻ നിങ്ങൾ ഇടണമെന്നൊക്കെ പറയാനായിട്ട് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇത് നമ്മൾ എൻ്റെ സ്മൃതിതലത്തിൽ കിടക്കുകയല്ലേ. ആ സ്മൃതിതലത്തിൽ കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇതിൻ്റെ ഒരു റിയാക്ഷൻ അവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ അതായത് നിങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ ഇത് നമ്മുടെ ബ്രെയിനിൽ തെളിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പറയുന്നത്. ഈ ഊർജ്ജതത്വം നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഊർജ്ജതത്വം നിലനിൽക്കുന്നതാണ്. പ്രപഞ്ചത്തിൻ്റെ, പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും ശരിക്ക് ഊർജ്ജത്താൽ രൂപീകരിക്കപ്പെട്ടതാണ്. അത് സൂക്ഷ്മമായ ഊർജം മുതൽ സ്ഥൂലമായ ഊർജം വരെ ആണ്. അതായത് ചെറിയ 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 ഊർജങ്ങളാണ്. ഊർജമല്ലാതെ അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കണം. ഊർജമല്ലാതെ മറ്റൊന്നില്ല. അതായത് ഊർജ കണങ്ങളിൽ നിന്നാണ് ഈ ലോകത്തുണ്ടായിരിക്കുന്ന എല്ലാം. ഇത് നമ്മുടെ ഒരു അറിവ് മാത്രമല്ല, നമ്മളത് മാനസികപരമായി കാണുക, മൈൻഡിൽ കാണുക. ഇത് പല രൂപത്തിലായിപ്പോയതെല്ലാം നമ്മളിലുള്ളതാണ്, അല്ലെങ്കിൽ ഇതിലെല്ലാത്തിലും നമ്മളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല ഫിലോസഫികളും, ഹിന്ദുസത്തിലായാലും പല ഫിലോസഫികളിലും എല്ലാം എന്താണ് ഏകത്വം, മനസ്സിലല്ലേ, ഏകത എന്ന് പറയുന്ന എല്ലാം ഒന്നാണ് എന്ന് പറയുന്ന ഈ തത്വം എന്ന് പറയുന്നത്, അത് ഈ സത്യത്തിൽ ഈ ഊർജ തത്വത്തെയാണ്. അതായത് ഏതൊരു കാര്യത്തെയും ഏതൊരു സംഭവത്തെയും നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന എന്ത് കാര്യവും വളരെ സൂക്ഷ്മമായി അതിനെ പൊടിച്ച് അത്രയും, അതായത് പല ഊർജകണങ്ങളുടെ കൂടിച്ചേരലും അതിൻ്റെ ആകൃതിയുടെ വ്യത്യാസവുമാണ് ഇന്ന് ഈ കാണുന്ന എല്ലാ വസ്തുക്കളും. ഈ തത്വം നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അപ്പം ഈ ഊർജം നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇതിൽ ശ്രദ്ധാതത്വവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടാണ്. ശ്രദ്ധാതത്വവുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് നമ്മൾ പറയുന്നൊരു തത്വമുണ്ട്, ശ്രദ്ധാതത്വം. ആ ശ്രദ്ധാതത്വത്തിൽ ഈ ശ്രദ്ധാതത്വം നമ്മൾ, അതായത് ഇങ്ങനൊരു തത്വം ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മൾ ഈ തത്വങ്ങൾ പഠിക്കുന്നതും അനുഭവമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് പറയുന്നത്, അറിവും അനുഭവമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്നതെന്ന് പറയുന്നത്, ഇതിനെ എങ്ങനെ നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കാമെന്ന് പഠിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ അറിവ് കൊണ്ട് ഉപയോഗമുള്ളൂ എന്നുള്ളതാണ്. അതിനാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. നമ്മളത് സംസാരിക്കണമെന്ന് പറയുന്ന കാര്യം വെച്ചാൽ അവിടെ ആയിരിക്കും ആ അറിവ് കൂടുതൽ ഒരു ആശയ രൂപീകരണമാണ്, അല്ലെങ്കിൽ അറിവായിട്ട് കിടക്കും, അതിനെ തിരിക്കില്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ ഊർജ്ജതത്വം എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശ്രദ്ധ എങ്ങോട്ടാണോ, ഈ ഒരു ട്രിക്ക്, ഈ ഒരു ഇത് പ്രപഞ്ചത്തിൻ്റെ ആണ്. അതിനെ അങ്ങനെ തന്നെ എടുക്കുക. അത്രയും നമ്മൾ ഇതിനു വേണ്ടി സമയം ചിലവാക്കുന്നു, സമയം മാറ്റി വയ്ക്കുന്നു. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ബോധപൂർവം ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് പറയാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ അത് ശ്രമിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് ഈ ഊർജം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാണ്. ഈ ഊർജത്തെ ഏതളവിലേക്ക് എങ്ങോട്ട് ദിശ തിരിക്കണമെന്ന് മനുഷ്യൻ്റെ ബോധത്തിന് കഴിയുന്നതാണ്. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. ഇത് നിങ്ങൾ
വിലയിരുത്തുക, നിങ്ങൾ ചിന്തിക്കുക. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ ഊർജം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ എല്ലാ ഊർജത്തിലാണെങ്കിൽ നമ്മൾ ഈ ഊർജം നമ്മളുടെ ബോഡിയിലുള്ള ഈ ഊർജത്തെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ശ്രദ്ധ എങ്ങോട്ടാണോ നമ്മളെ ലക്ഷ്യത്തിലേക്ക് ആദ്യം എന്ത് ചെയ്യുക? ശ്രദ്ധ പതിപ്പിക്കുക. ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുക. ആ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചാൽ അതെന്ത് ചെയ്യും? ആ ശ്രദ്ധയിലേക്ക് ഏതൊരു വസ്തുവിലേക്കാണോ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുന്നത്, ആ ശ്രദ്ധ പതിപ്പിക്കുന്നത് ഒരു ഉദാഹരണം ഈ നമ്മുടെ ഏറ്റവും സൂക്ഷ്മമായ ഊർജമാണ് നമ്മളുടെ ചിന്ത. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഏറ്റവും സൂക്ഷ്മമായ ഊർജം, അതിൻ്റെ വലിയ 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 ഊർജ്ജങ്ങളാണ് ഇന്ന് കാണുന്ന നമ്മുടെ കൈ കാണുന്ന മൊബൈലായാലും നമ്മളായാലും ഈ മരങ്ങളായാലും എല്ലാം ഊർജ്ജ കണങ്ങളാണ്. ഇത് സയൻറ്റിഫിക് ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കുകയോ ഒക്കെ തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ പറയണത് ഇതെങ്ങനെ മനുഷ്യൻ ബോധപൂർവ്വം ഇത് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും തുടക്കമേ പറഞ്ഞു, അറിവെന്ന് പറയുന്നത് എന്താണ്? അത് വെറും വെളിച്ചം മാത്രമാണ്, അനുഭവമാണ് പ്രധാനമെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഞാൻ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം, നമ്മൾ ഒരാശയം ഊർജമാണ്. അതായത് ചിന്തയെന്ന് പറയുന്നത് ചെറിയ ഊർജമാണെങ്കിൽ നിരവധി ഊർജങ്ങളുടെ കൂട്ടായ്മയാണ് ഒരാശയം. അതേപോലെ നിരവധി ഊർജങ്ങളുടെ സ്ഥൂലമായ കാണാൻ പറ്റുന്ന ഘടനാരൂപമായ ഊർജമാണ് ഒരു വസ്തു. ഇത് മനസ്സിലായിക്കോണം. ഇതെല്ലാം ഊർജമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ശ്രദ്ധ എങ്ങോട്ട് പതിപ്പിക്കുന്നോ അങ്ങോട്ട് അതിലേക്ക് ഊർജം പോകും. മനസ്സിലായില്ലേ? അപ്പോൾ ഉദാഹരണം, ഞാനിപ്പോൾ ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊഫഷണൽ ഇതാണ് ആഗ്രഹിക്കുന്നത്. അതിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയാൽ നമ്മളെ ഊർജവും അതിലേക്ക് പ്രവഹിക്കും. ആ ഊർജം അതിലേക്ക് പ്രവഹിക്കുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു, എല്ലാം ഊർജങ്ങളാണ്. നമ്മൾ ഇനി ലോകത്തിന് എന്താഗ്രഹിച്ചാലും അതിലെല്ലാം ഊർജം തന്നെയാണ്. ആശയമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ ഏറ്റവും സൂക്ഷ്മമായ ചിന്ത എന്ന ഊർജത്തിൻ്റെ ക്രോഡീകരണമാണ് ഒരു ആശയം. അല്ലെങ്കിൽ ഒരു വസ്തുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ സൂക്ഷ്മമായിരുന്ന ഊർജത്തെ സ്ഥൂലമാക്കി ഘടനാരൂപത്തിലേക്ക് മാറുന്നതാണ്. അത് ഫിസിക്സ് ബയോളജിയാണ്. മാറുന്നതാണ് ഈ നമ്മളെ മുന്നിൽ കാണുന്ന വസ്തുക്കൾ. അപ്പോൾ ആ വസ്തുവിനെ ആഗ്രഹിച്ചാലും നമ്മളൊരു ഒരു ആശയത്തെ ആഗ്രഹിച്ചാലും അതിലേക്ക് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ, ബോധപൂർവം നമുക്ക് ഈ ശ്രദ്ധ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടേക്ക് ഊർജം പ്രവഹിക്കുമെന്ന് പറഞ്ഞ കാരണം ഈ ഊർജത്തിൻ്റെ മറ്റൊരു രൂപമാണ്. അതായത് സൂക്ഷ്മമായ നമ്മളുടെ ഊർജത്തിൻ്റെ മറ്റൊരു രൂപമാണ് സ്ഥൂലമായിട്ടുള്ളതോ അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള മറ്റ് ഊർജങ്ങൾ. അപ്പോൾ ആ ഊർജത്തിലേക്ക് ഈ ഊർജം പ്രവഹിക്കപ്പെടും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിൽ ഏറ്റവും ബേസ്ഡായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമാണ്, മനുഷ്യൻ ചെയ്യേണ്ട ഈ രണ്ട് പ്രോസസ്സ് നടക്കുന്നതിന് വേണ്ടി മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അതിലേക്ക് പൂർണ്ണമായ ശ്രദ്ധ കൊടുക്കുക. നമ്മളെടുത്ത തീരുമാനത്തിലേക്ക് പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ എന്ത് ചെയ്യുക? കൊടുക്കുക. ഞാൻ പറയുന്ന കണക്റ്റ് ആവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് നിങ്ങൾ തന്നെ ചെയ്യാനുള്ളതാണ്. ഇതൊരിക്കലും മറ്റൊരാൾക്ക് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന. അപ്പോൾ ആ ശ്രദ്ധയാണ് നിങ്ങൾക്ക് ഇനി തരുന്ന പ്രാക്ടീസുകൾ. ഞാൻ അതുകൊണ്ടാണ് ഇത് നമ്മൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് വരുമെന്ന് പറയുന്നത്. ഈ പ്രാക്ടീസുകൾ എന്ന് പറയുന്നത് എനിക്കറിയാം ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അതേപോലെ പ്രാവർത്തികമായി ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ മൈൻഡ് സെറ്റും അതിനോടൊപ്പം നമ്മൾ നിത്യജീവിതത്തിലെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് ഈ പ്രാക്ടീസ് സെക്ഷൻ 3 മാസം വെച്ചത്. എനിക്കിതാണെങ്കിൽ ഒരു മാസം ക്ലാസ്സും വെച്ച് 1 മാസം പ്രാക്ടീസും വെക്കാം. 3 മാസം വെച്ചതെന്ന് പറഞ്ഞാൽ ഇതിനെ വർക്ക് ചെയ്ത്
അതിൻ്റെ ഒരു ആഹ്ലാദം, അതിൻ്റെ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ 4 മാസം കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റിയാൽ അത് നമ്മുടെ മനഃശക്തി 10x പവറിൻ്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഞാനിത് പറയണം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു കാര്യം എന്താണ്? വളരെ സിമ്പിളാണ്. ഈ തത്വം അറിഞ്ഞിരിക്കുക. ഈ തത്വം അറിഞ്ഞാലേ വരും. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന എത്ര വലിയ ലോകോത്തരമായ കാര്യമായാലും അതിനകത്ത് അടങ്ങിയിരിക്കുന്നതും എന്നിലടങ്ങിയിരിക്കുന്നതും ഊർജമാണെന്ന ബോധം ഉണ്ടാവുക. അപ്പോൾ അത് ദൂരെ ആയിരിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഊർജമാണെന്ന ബോധം ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടെ എന്താണ്, എന്നിൽ തന്നെ ഉള്ളതാണെന്നോ അല്ലെങ്കിൽ അതിലുള്ളത് തന്നെയാണ് എന്നിലും ഉള്ളതെന്നോ അല്ലെങ്കിൽ അതിൽ തന്നെയാണ് ഞാനെന്നോ, ഇതൊക്കെയാണ് ഫിലോസഫികളിൽ പറയണത്. അത് നമുക്ക് മനസ്സിലാവില്ല. തത്വങ്ങൾ പോലെ പറയും. എന്നിൽ തന്നെ, അല്ലെങ്കിൽ എന്നിൽ തന്നെ നീ വസിക്കുന്നു, അല്ലെങ്കിൽ നിന്നിൽ തന്നെ ഞാൻ എപ്പോഴും കൂടെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന തത്വങ്ങളൊക്കെ ഈ ഊർജവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തന്നെ അത്ര സിമ്പിളാണ്. നമ്മളുടെ കുടുംബത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് മൈൻഡ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പോകും. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് സ്വന്തം അച്ഛനെയോ അമ്മയോ സഹോദരങ്ങളെയോ ഭാര്യയോ പാർട്ണറോ ഭർത്താവിനെയോ ഒക്കെ മക്കളെയൊക്കെ ആലോചിച്ചാൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പോകും. അതുപോലെ നമ്മുടെ വീട്ടിനെ കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എല്ലാ ചുറ്റിലും പോകും. മറ്റൊരു വീട്ടിൽ കുറിച്ച് ചിന്തിച്ചാൽ മനസ്സെന്ത് ചെയ്യും? കുറച്ച് ആ ഡോറിൻ്റെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ മുറ്റത്ത് വന്ന്, സ്റ്റെപ്പിൻ്റെ അവിടെ വന്ന്, റൂമിനകത്തേക്ക് വന്ന്, അവിടെയൊക്കെ ഒരു പരിമിതപ്പെടലായിരിക്കും. നമ്മൾ പെട്ടെന്ന് നമ്മളിങ്ങനെ ആലോചിച്ചാൽ നമ്മളെ വീടും നമ്മളുള്ള നേരിട്ട് നമ്മളെ ബാത്റൂം അടക്കമുള്ള എല്ലാ സാധനങ്ങളും പടപടന ബ്രെയിനിൽ വരും. കാരണം അത്രയും നമ്മുടെ ഇതിലേക്ക് നമ്മളെ മൈൻഡ് അടങ്ങിയിരിക്കണം. അപ്പോൾ അതിനാണ് ഞാൻ ഈ ഊർജ്ജ തത്വത്തെക്കുറിച്ച് ഉള്ളിൽ പറയുന്നത്. അപ്പോൾ നമ്മളിലുള്ളത് തന്നെയാണ്, നമ്മളൊരു കുടുംബം പോലെ തന്നെയാണ്, നമ്മളുടെ സ്വന്തം പോലെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം എന്ന സത്യം നമ്മൾ തിരിച്ചറിയേണ്ടത് ഊർജ്ജ തത്വത്തെക്കുറിച്ചും. ഇത് സയൻസാണ്. ഊർജ്ജ തത്വത്തെക്കുറിച്ച് നിങ്ങളെ വ്യക്തമായ മാനസികപരമായ ഒരു അറിവ് പോരാ, ബോധം വേണം. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ പരിമിതികൾ അല്ലെങ്കിൽ അതിൽ മാനസികപരമായ കുറവ് സംഭവിക്കരുത്. കാരണം അതിലുള്ളത് തന്നെയാണ് എന്നിലുള്ളതും, എന്നിലുള്ളത് തന്നെയാണ് അതിലുള്ളത്. അപ്പം അതുകൊണ്ട് എന്താണ്, ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ശ്രദ്ധാതത്വത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ. ശ്രദ്ധ ഉള്ളവന് എല്ലാം ഉണ്ടെന്നും ശ്രദ്ധയില്ലാത്തവന് ഒന്നുമില്ലെന്നും, ശ്രദ്ധ ജീവനും അശ്രദ്ധ മരണവുമാണെന്ന തത്വങ്ങൾ പല മഹാന്മാരും മുൻകാലങ്ങളിൽ പറഞ്ഞു പോയിട്ടുള്ള വാക്കുകളാണ്. ശ്രദ്ധ ഉള്ളവന് എല്ലാം ഉണ്ട്, ശ്രദ്ധ ഇല്ലാത്തവന് ഒന്നുമില്ല. ശ്രദ്ധ ജീവിതവും അല്ലെങ്കിൽ ജീവനും അശ്രദ്ധ മരണവുമാണ്. അപ്പം ഇത് കാരണം നമ്മൾ ഇത്തരം തത്വങ്ങളും കൂടി ഇതിനകത്ത് നമ്മളിപ്പോൾ തത്വമാണ്, ഫിലോസഫിയാണ് നമ്മൾ കണക്ട് ചെയ്ത് പോകണം. നേരത്തെ നമ്മൾ സൈക്കോളജി കണക്ട് ചെയ്തെങ്കിൽ ഈ 2ാം പാർട്ടിൽ വരുന്നത് ഫിലോസഫിയാണ് പ്രധാനമായിട്ടും പോകുന്നത്. ഫിലോസഫിയിൽ നിന്നാണ് മനഃശാസ്ത്രത്തിൻ്റെ രൂപീകരണം എന്നുള്ള കാര്യം അറിയാം. ഇവർ രണ്ടുപേരും വളരെ പ്രധാനപ്പെട്ടല്ല. ഈ ഫിലോസഫികൾ തന്നെയാണ് ഇന്ന് പ്രപഞ്ചത്തിൽ മനുഷ്യന് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചതിന് പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മളുടെ അറിവും അതുപോലെ ഉയർന്ന് പ്രപഞ്ചത്തോളം പോകട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ശ്രദ്ധ എന്ന് പറയുന്ന കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും ആ താല്പര്യമുള്ള കാര്യത്തിൽ പിറകിലേക്ക് വെക്കരുത്. അതായത് നമ്മൾ ശീലമാക്കുക എന്നുള്ളതാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ കോഴ്സ് ഞാൻ വളരെ ഭംഗിയായി പൂർത്തീകരിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യുക? കോഴ്സിലേക്ക് ശ്രദ്ധിക്കുക, കോഴ്സിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അത് കൃത്യസമയത്ത് ചെയ്യുക. ഇല്ലെങ്കിൽ കൃത്യസമയത്ത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് ശ്രദ്ധയില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത്ര ദിവസത്തിനകത്ത് ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അത് നമ്മൾ ശ്രദ്ധ ഉണ്ടെങ്കിൽ, കാരണം നമ്മളുടെ അന്തിമ ലക്ഷ്യം എന്താണ്? ആ ഒരു പ്രോസസ്സ് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളതാണ്. ഈ കോഴ്സിൽ എന്താണ് പറയുന്നത് കൃത്യമായിട്ട് കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ വന്നിരുന്നിട്ട് നമുക്ക് കാര്യങ്ങൾ കിട്ടുന്നില്ല സാർ, നമ്മൾ വളരെ പ്രതീക്ഷിച്ചാണ്ടിരിക്കുന്നത്, നിങ്ങൾ തരുന്നത് നമുക്ക് എന്താണ്, നമുക്ക് ആശയങ്ങൾ കുറവാണ്, നിങ്ങൾ ഇനിയും തരൂ, അല്ലെങ്കിൽ നമുക്ക് തരുന്ന രീതിയിൽ നിങ്ങൾ മെരുക്കി തരൂ എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് കളിയിൽ നമ്മൾ കളിക്കാരനായിട്ട് നിൽക്കുമ്പോൾ എന്താ ചെയ്യുന്നത്?
ഫീൽഡിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളെ നേരെ എപ്പോഴാണോ അവ ഒരു ബോൾ അടിക്കുന്നത് ആ സമയത്ത് നമ്മളത് പിടിക്കാനായിട്ട് ക്യാച്ച് പിടിക്കാനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ആൾ എപ്പോഴും അതായത് നമുക്ക് വിജയിക്കണമെന്ന ലക്ഷ്യത്തോടെ നിൽക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ ബോൾ അടിച്ച് അവിടെ നിന്ന് വരുമ്പോൾ മാത്രമല്ല. അതായത് നമ്മളുടെ നേരെ എതിർവശത്തോട്ടാണ് ബോൾ പോകണമെങ്കിലും അവിടെ ഉള്ള ആൾക്കാരുടെ ശരീരഘടന നോക്കിയാൽ അറിയാം. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന, ഇപ്പോൾ ഉദാഹരണം ഒരാൾ ലെഫ്റ്റിലോട്ടാണ് ബാറ്റ് വീശി, ഞാൻ ഇപ്പോൾ വന്നൊരു ഉദാഹരണം പറയാണ്, ബാറ്റ് വീശിയെങ്കിൽ പോലും റൈറ്റിൽ നിൽക്കുന്ന ആൾ വരെ അവിടെ കിടന്ന് കാലെന്ത് ചെയ്യും, അവർ ക്യാച്ച് പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആക്ഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടിരിക്കും. കാരണം അവൻ അത്രയും ശ്രദ്ധയിലാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാര്യം അത് വിജയിപ്പിക്കും. അത് ഞാൻ ക്ലാസ്സിൻ്റെ കാര്യമല്ല, ഞാൻ ഇത് ആഗ്രഹിച്ചു, അതിലേക്ക് ഞാൻ ശ്രദ്ധ കൊടുക്കും, അത് കറക്റ്റ് ചെയ്യും. ഇത് ശീലമാക്കാനൊരു ശ്രമം ഞാൻ എന്നെ കൂടിയാണ് പറയണം കേട്ടോ. ഞാനിത് പറയുന്നതെന്ന് വെച്ചിട്ട് ഞാൻ എന്നെയും കൂടിയാണ്. എൻ്റെ ഈ കോഴ്സുകളെന്നുള്ളത് ഏറ്റവും പഠിക്കൽ ഞാൻ തന്നെയാണ്, എനിക്ക് തന്നെയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഞാനിത് വീണ്ടും ഇതിലേക്ക് ഈ ഒരു സെക്ഷൻ തന്നെ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഞാൻ എടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ ഉണ്ടാവാനാണ്. അപ്പോൾ വളരെ സിമ്പിളായി അരമണിക്കൂർ പോയി, വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യത്തിലേക്ക് ഈ ഒരു തത്വം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. കൃത്യമായി സത്യസന്ധമായി ശ്രദ്ധ കൊടുക്കുക. ആ ശ്രദ്ധ കൊടുത്തിട്ട് ഞാൻ അതായത് എന്നാലും ഇതിൻ്റെ കാര്യങ്ങൾ കിട്ടും. ഇപ്പോൾ ഓക്കെ, ഞാൻ അടുത്ത ഇത് പറയാം പറഞ്ഞിട്ട്. അപ്പം ഇനി ഞാൻ വീണ്ടും കാന്തിക തത്വം, അതായത് ഊർജങ്ങൾ എപ്പോഴും കൂടിച്ചേരേണ്ടത് ആവശ്യമാണ്. കൂടിച്ചേരും, അതായത് ഊർജ്ജം എവിടെ ഉണ്ടോ അവിടെ ഒരു കാന്തിക സ്വഭാവവും ഉണ്ടാവും. നമ്മൾ പലതവണയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, റിപ്പീറ്റ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആവർത്തന വിരസതയായിട്ട് കാണരുത്. അതായത് കാന്തിക തത്വം എന്ന് പറയുന്നത് എപ്പോഴും ചില കാര്യങ്ങളെ ആകർഷിച്ചു കൊണ്ടിരിക്കും, ചില കാര്യങ്ങളെ എന്ത് ചെയ്യും, വികർഷിച്ചു കൊണ്ടിരിക്കും. അപ്പം നമ്മളുടെ ശ്രദ്ധ, ആ ശ്രദ്ധയ്ക്ക് കാന്തത്തിൻ്റെ 2 വശമുണ്ടെന്ന് പറഞ്ഞ കണക്ക് ചില വശങ്ങളിൽ നമ്മളുടെ ശ്രദ്ധ അതിലേക്ക് ചേരാതിരുന്നാൽ ആ ഒരു വസ്തുവിൻ്റെ മറ്റൊരു വശത്തേക്ക് ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ചേരാതിരുന്നു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ നോർത്ത് പോളിൽ നമുക്ക് ശ്രദ്ധ പതിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ എന്താണ് സൗത്ത് പോളിലോട്ട്, അതായത് നോർത്ത് പോളും സൗത്ത് പോളും എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അതായത് നമ്മളുടെ തോട്ട് പ്രോസസ്സ്, നമ്മളിലുള്ള ഊർജം, അത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം, ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ ഉദാഹരണം പറയണം. എപ്പോഴും ഈ ഗ്രൂപ്പ് ഒന്ന് വളരാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഗ്രൂപ്പിൻ്റെ ഉദാഹരണം പറയണം. അപ്പോൾ ചില കാര്യത്തിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് പിന്തിരിയാൻ തോന്നുന്നെങ്കിൽ ഗ്രൂപ്പിൻ്റെ മറ്റൊരു ആംഗിളിലൂടെ, അതായത് നമ്മുടെ ചിന്ത ഊർജമാണ്, ആ ഊർജത്തിൽ തന്നെയാണ് കാന്തികത ഉള്ളത്. അപ്പം നമ്മൾ നേരിടാൻ പോകുന്ന ഒരു വിഷയത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, ആ പ്രതിസന്ധി ഘട്ടം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ മറ്റൊരു രീതിയിൽ വേറൊരു വശത്തിലൂടെ സമീപിക്കുക. അവിടെ ഇരിക്കുന്ന, അതായത് ഇപ്പോൾ ഒരു ചിത്രം, ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, സാധാരണ കാന്തത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാലോചിക്കുക. ഞാൻ ഇതിട്ട് കാരണം ഒരു കാന്തം തന്നെയാണ്, അത് രണ്ടായിട്ട് തിരിഞ്ഞാൽ രണ്ടിനും 2 വ്യക്തിത്വമായിരിക്കും. ഒരു കാന്തം ഒരുമിച്ചിരിക്കുന്നതാണ്, പക്ഷെ അത് രണ്ടായിട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും തമ്മിൽ പിന്നെ അടുക്കണമെങ്കിൽ പ്രത്യേക ഒരു വശത്തൂടെ ചേർത്ത് പിടിച്ചാലേ അടുക്കുള്ളൂ. അതായത് നമ്മൾ ഒടിഞ്ഞു മാറിയ വശം തന്നെ ചേർത്ത് വെക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും, അത് അടുക്കും. പക്ഷേ ആ ഒടിഞ്ഞു ഭാഗത്തിൻ്റെ ഓപ്പോസിറ്റ് എടുത്ത് വെച്ചാൽ, അതായത് ഇപ്പോൾ ഇത് തന്നെ എടുത്താൽ ഇതിൻ്റെ സെൻറ്റർ ഈ ചുവന്ന മാഗ്നറ്റാണെന്ന് വിചാരിക്കുക, മാഗ്നറ്റിന് പകരമാണ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ സെൻറ്റർ വെച്ച് ഒഴിച്ചാൽ ഈ ഒടിഞ്ഞ ഭാഗങ്ങൾ പിന്നും കൂട്ടിച്ചേർത്താൽ ചേരും. പക്ഷേ ഇതിനെ തിരിച്ച്, ഈ ഒരു പീസിനെടുത്ത് തിരിച്ച് വെച്ചാൽ അതെന്ത് ചെയ്യില്ല, ചേരത്തില്ല. അപ്പോൾ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ ശ്രദ്ധ അവിടെ പൂർണ്ണമായിട്ടും നിൽക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ചെറിയ ഊർജത്തെ, ആ ചിന്ത എന്ന ഊർജത്തെ അവിടെ ചെന്ന് പതിയുന്നത് നോർത്ത് പോളിലാണോ സൗത്ത് പോളിലാണോ എന്ന് ചിന്തിക്കുക. അതായത് നമ്മളുടെ ചിന്തയുടെ നോർത്ത് പോളാണ് അവിടെ കൊണ്ട് ചെല്ലണമെങ്കിൽ അവിടെ ഇരിക്കുന്നത്
വശവും നോർത്ത് പോളാണെങ്കിൽ ഒരു പക്ഷേ ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാം. ലക്ഷ്യം വളരെ പ്രധാനമാണ്. ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാം. അപ്പോൾ മനുഷ്യൻ ചെയ്യേണ്ട എന്താണ്? അവൻ്റെ മറ്റൊരു ചിന്തയെ ആ വിഷയത്തിൽ കണക്ട് ചെയ്യിപ്പിക്കുക. മറ്റൊരു ചിന്തയെ ആ വിഷയത്തിലേക്ക് കണക്ട് ചെയ്യിപ്പിക്കുക എന്ന് അതെന്ത് ചെയ്യും? ഇപ്പോൾ തിരിഞ്ഞു വരുന്നതാണെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കുറച്ചും കൂടി ആഴത്തിൽ അടുക്കും. ഇത് ഇങ്ങനൊരു കാന്തിക ബലത്തിലല്ലാതെ തന്നെയാണ് ആൾക്കാർ ഈ മോട്ടിവേഷനോ അല്ലെങ്കിൽ മോട്ടിവേഷനല്ല ഇത്തരം ക്ലാസ്സുകളിൽ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പലപ്പോഴും പറയുന്നതാണ്. ഞാനിത് വളരെ പ്രപഞ്ച തത്വവുമായി ബന്ധപ്പെട്ട രീതിയിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാക്കിയെടുക്കുക. ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ ആ ലക്ഷ്യത്തിൽ നമ്മൾ നിലവിലെ ചിന്തകൾ കൊണ്ട് ചേരാൻ കഴിയുന്നില്ലെങ്കിൽ, ശ്രദ്ധപൂർണമായിട്ടും അവിടെ അടുക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? നേരെ ഓപ്പോസിറ്റായിട്ട് വയ്ക്കുക. ആ ഓപ്പോസിറ്റ് മീൻസ് വേറെ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരിക. ആ കൊണ്ടുവരുമ്പോൾ അത് നമുക്ക് ആ ലക്ഷ്യവുമായി കൂടുതൽ ഇണങ്ങിച്ചേരാനും കൂടുതൽ കാന്തികത അവിടെ വർക്ക് ചെയ്യുകയും ചെയ്യും. അതായത് പവർ കൂടിയ കാന്തങ്ങൾക്കുണ്ടാകുന്ന ആഗിരണം ചെയ്യാൻ പറ്റുന്ന ഇത് പവർ കുറഞ്ഞതിന് കാണത്തില്ല. അപ്പം അത് ശ്രദ്ധിക്കുക. രണ്ടാമത്, കാന്തിക തത്വത്തിന് 2 സ്വഭാവ രീതികളുണ്ട്. കാന്തിക തത്വത്തിന് 2 സ്വഭാവ രീതികളുണ്ട്. ഇത് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ കാന്തത്തെക്കുറിച്ച് പഠിക്കാമെന്നല്ല, നിങ്ങൾ ആ വസ്തുക്കളെയും സംഭവങ്ങളെയും ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വിലയിരുത്തുക. ഓക്കെ, അത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ഈ ഒരു സംഭവം ഇന്ന് തീരും. അപ്പോൾ അത് നിങ്ങളെന്ത് ചെയ്യുക? സ്വയം ക്രിയേറ്റ് ചെയ്തെടുത്തേക്കുക. ഇതൊരു കാന്തത്തിൻ്റെ ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ എടുക്കുന്ന ഒരു സംഭവത്തിൻ്റെ കാര്യത്തിലാണ്. അതിൽ 2 തരം കാന്തികത പ്രധാനമായിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ സ്ഥിരമായി നിലനിൽക്കുന്ന കാന്തവും, മറ്റൊന്ന് കാന്തത്തിനോട് ചേർന്നിരിക്കുന്ന ഇരുമ്പോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളിൽ കാന്തം പ്രവഹിക്കുകയും ചെയ്യും. ഉദാഹരണം, ഒരു കാന്തത്തിലൊരു ഇരുമ്പിരിക്കുന്നു വിചാരിക്കുക. ആ ഇരുമ്പിൽ വേറെ ഇരുമ്പ് ടച്ച് ചെയ്ത് പിടിക്കും. ഉദാഹരണം, നമ്മൾ വേറെ ഒന്നുകൂടെ പറഞ്ഞ സ്ക്രൂ ഡ്രൈവറിൽ കാന്തത്തിൻ്റെ അംശം അതിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കാന്തത്തിൽ കുറച്ച് നേരം ഉരച്ചിട്ട് അത് നമ്മൾ സ്ക്രൂവിൽ കൊണ്ടുവന്ന് ആ സ്ക്രൂ അതിൽ പിടിച്ചിരിക്കും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യണം? അതുപോലെ തന്നെയാണ് ആ 2 തരത്തിലാണ്. അതായത് ആ കാന്തത്തിൽ നിന്ന് ആ മേലിലിരിക്കുന്ന ഇരുമ്പ് വശം വീണാൽ മറ്റേ ഇരുമ്പ് വശം വീഴും. അപ്പോൾ കൃത്യമായിട്ട് 2 രീതിയിലുള്ള കാന്തികതയുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏതിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്നതിലാണ് നമ്മൾ എത്തുന്നതെന്നും അതിനെക്കുറിച്ച് സൂക്ഷ്മമായ ഒരു നിരീക്ഷണം നടത്തുക. ശരിയായ കാന്തികതയിൽ തന്നെ നമ്മുടെ എനർജിയെ പ്രകോപിപ്പിക്കുക. അല്പം നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നുന്നതും സിമ്പിളായിട്ടൊക്കെ തോന്നിയിട്ട് നമ്മൾ ചെന്ന് ആ ഒരു വിഷയത്തിലേക്ക് ആകർഷിക്കാൻ ചെല്ലുന്നത് മറ്റേതോ കാന്തത്തിൽ പറ്റിയിരിക്കുന്ന ഇരുമ്പിലാണ് നാം എന്ന ഇരുമ്പ് എന്ന് ചെന്ന് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ചിന്തിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇരുമ്പ് അവസ്ഥയിലാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. ഇതെല്ലാം ഒരു ഉദാഹരണമായിട്ട് പറയുന്നതാണ്. ഈ തത്വങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ സാധാരണ ലെവലിൽ പറയാൻ പറ്റും. ഇത് വലിയ പ്രൊഫഷണൽ ക്ലാസ്സുകളിൽ പോലും പറയുന്നില്ല, സത്യമാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇത് റിലീസ് ചെയ്യാം, പുറത്ത് പറയാം. മറ്റ് പ്രൊഫഷണലായിട്ടുള്ള ക്ലാസ് ഉള്ളൊരു ഈ നമ്മുടെ ക്ലാസ് കേട്ടാൽ ഞെട്ടും. കാരണം എനിക്ക് അത്രയ്ക്ക് ഒരുപാട് ക്ലാസ്സുകൾ പരിചയമുള്ളതാണ് ഞാൻ പറയണത്. ഞെട്ടും. പിന്നെ ഒരു പക്ഷേ നമ്മുടെ ഒരു അവതരണ ശൈലിയോ നമ്മുടെ ഒരു സംഭാഷണ രീതിയോ അവർക്ക് ചിലപ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു കുറവുണ്ടാകുമെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് നോ പ്രോബ്ലം, നമുക്ക് വിഷയമുള്ളതല്ല. നമുക്ക് വിഷയങ്ങൾ നമ്മളുടെ ആശയങ്ങളാണ്, നമ്മൾ അവതരണ രീതി, നമുക്ക് പറയാൻ പറ്റുന്ന ഉദാഹരണങ്ങളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ വലുത്. ഓക്കെ, മനസ്സിലായെന്ന് തോന്നുന്നു. ആശയതത്വം ഇതെല്ലാം ഒരു വസ്തുവിലേക്ക് ക്രോഡീകരിക്കുന്നതിന് വേണ്ടി തന്നെ നമ്മൾ ഇത്രയും ബന്ധങ്ങൾ ഉൾപ്പെടുത്തിയാൽ നല്ലതാണ്. ആശയതത്വം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നിരവധി ചിന്തകൾ കൂടിച്ചേർന്നാണ് ഒരു ആശയം ഉണ്ടാവുക. നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുക്കുന്നതിന് അതായത് നമ്മുടേതായ ഒരു ആശയങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഊർജ്ജങ്ങൾ കൂടിച്ചേർന്നാണ് ഒരു ആശയങ്ങൾ തന്നെ ഉണ്ടാവുന്നത്. ആശയത്തിൽ നിന്നാണ്
വസ്തുക്കളും ഉണ്ടാകുന്നത്. ഊർജങ്ങൾ, ചിന്തകൾ കൂടിച്ചേർന്ന ആശയങ്ങളിൽ നിന്നാണ് വസ്തുക്കൾ ഉണ്ടാകുന്നതാണ് ഈ തത്വം. അപ്പോൾ നമ്മളൊരു ആശയം രൂപീകരിച്ചാൽ ആ ആശയത്തെ, ഉദാഹരണം ഇപ്പം എൻ്റെ ഒരു ആശയം ഞാൻ പറഞ്ഞുതരാം, ചെറിയൊരു ഉദാഹരണമായിട്ട് വരും. അതായത് എൻ്റെ ലക്ഷ്യം, എൻ്റെ ശ്രദ്ധ ഇപ്പോൾ ഗ്രൂപ്പിലേക്കാണ്. 3 ബാച്ചുണ്ട്, ഏകദേശം 8ഓളം വാട്സപ്പ് ഗ്രൂപ്പായിട്ടുണ്ട്. അപ്പോൾ 8 വാട്സപ്പ് ഗ്രൂപ്പിനെയും ഫോക്കസ് ചെയ്യണം. അപ്പം ഞാൻ അതിൽ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഇത് 8 എണ്ണം ആവണമെന്നും ഈ ക്ലാസ്സിനെ 4 മാസത്തിലേക്ക് ആക്കണമെന്നും 1 മാസത്തിൽ അതിൻ്റെ ക്ലാസ് കൊടുക്കണമെന്നും ബാക്കി 3 മാസം അതിൻ്റെ അകത്ത് പ്രാക്ടീസ് ആയിരിക്കണമെന്നും ആ ക്ലാസ്സിൽ ഏതൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്നും പ്രാക്ടീസിൽ ഇതുമായിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്യിപ്പിക്കാമെന്നും 1ാമത്തെയും 2ാമത്തെയും 3ാമത്തേനും എങ്ങനെ പേരിടാമെന്നും ഇതെല്ലാം ഒരു ചന്ദ്രനുമായി കണക്ട് ചെയ്ത് നിൽക്കണമെന്നും 1ാമത്തെയും 2ാമത്തെയും ചന്ദ്രവട്ടം കഴിയുമ്പോൾ ഈ ബാക്കി വരുന്ന ഈ ബാച്ചുകളെല്ലാം കൂടെ ഒരുമിച്ച് ഏതൊക്കെ ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുത്താമെന്നും ഒക്കെ തന്നെ ചിന്തിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ നേരത്തെ പറഞ്ഞ ഊർജ തത്വമാണ്. അതിലേക്ക് ഞാൻ ചിന്തിച്ചു പോയതിനു ശേഷം ഞാൻ പൂർണ്ണമായും ശ്രദ്ധിക്കപ്പെടുമ്പോൾ അവിടെ ശ്രദ്ധാതത്വം വർക്കാവുകയും ചില കാര്യങ്ങളിൽ യോജിക്കാതിരിക്കുന്നതിനെ തിരിച്ചു വെച്ച് കാന്തിക തത്വത്തെ ക്ലിയർ ചെയ്യുകയും അത് എപ്പോഴും ഉറച്ചതായി നിൽക്കുകയും പിടിച്ചു നിൽക്കുകയും നമ്മൾ ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് ഒരു കാര്യത്തിലേക്ക് പെട്ടെന്ന് അടുക്കുകയും അതിനെ എങ്ങനെയൊക്കെ ഒരു പാചകം ചെയ്ത് ക്രിയേറ്റ് ചെയ്യാമെന്ന ആശയമാണ് സത്യത്തിൽ ഇവിടെ ഈ ആശയ തത്വത്തിനുള്ള പ്രധാനം. വസ്തുക്കൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വസ്തുക്കൾ മാത്രമല്ല, സംഭവങ്ങളും. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ആശയമുണ്ട്. ആശയം എന്താ? സിമ്പിളായിട്ട് പറഞ്ഞാൽ മനസ്സിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യുക, ഏത് വിഷയത്തെ ഹാൻഡിൽ ചെയ്യാൻ ഒരു മനുഷ്യനെ പരുവപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ആശയമുണ്ട്. അപ്പോൾ ചോദിക്കും, എങ്ങനെ എടുക്കാം, ഏതൊക്കെ എടുക്കാം? എൻ്റെ ചിന്ത ചോദിക്കുകയാണ്, ഏതൊക്കെ എടുക്കാം? അപ്പോൾ ചിന്തയെന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മമായ ഊർജ്ജമാണ്. ആ സൂക്ഷ്മമായ ഊർജ്ജം ഉപയോഗിക്കണം, ഏതൊക്കെ എടുക്കാം? അപ്പോൾ പറയണം, ഇതിങ്ങനെയാണ്, ഇത്ര, ഓക്കെ, ആശയം ഓക്കെ. ഇനി ആരെയൊക്കെയാണ്, അല്ലെങ്കിൽ ആൾ വേണം, ഇത് കേൾക്കാൻ ആൾ വേണം, മനസ്സിലായി? അപ്പോൾ അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യണം, അത് ഇന്ന ആളുടെ അടുത്ത് ഇത് പറഞ്ഞാൽ അവരിത് കേൾക്കാൻ സാധ്യതയാണ്. ഓക്കെ, അവരിത് വന്നു കഴിഞ്ഞാൽ അവരിതിൽ എത്ര ദിവസം നിൽക്കും? ഇങ്ങനെയുള്ളതെല്ലാം ചിന്തയാണ്. ആ ചിന്ത നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ആ ആശയ രൂപീകരണത്തിലേക്ക് അതായത് ഒന്നൊന്നൊന്നൊന്നൊന്ന് ഇപ്പം ഞാനിപ്പോൾ പറയുന്നത് ഇപ്പം 3ആണ്, നമ്മളിപ്പോൾ പറയുന്നത് 8 വാട്സപ്പ് ഗ്രൂപ്പാണെങ്കിൽ അടുത്ത എന്താവും? ഇതിൻ്റെ ഇനി പ്രാക്ടീസ് സെക്ഷനുണ്ട്, റൈക്കിയുടെ സെക്ഷനുണ്ട്, ഹിപ്നോട്ടിക്സിൻ്റെ സെക്ഷനുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ്റെ സെക്ഷനുണ്ട്. ഇതെല്ലാത്തിനെയും പരസ്പരം ഊർജ്ജങ്ങളായി കൂടിച്ചേർക്കണമെങ്കിൽ എനിക്ക് വ്യക്തമായ ഒരു ആശയം വേണം. ഒരു ആശയം ഉണ്ടെങ്കിൽ മാത്രമേ ആ തത്വം എന്ത് ചെയ്തു ഇതെല്ലാത്തിനും പരസ്പരം കണക്ട് ചെയ്ത് നിർത്താൻ പറ്റൂ. അവിടെ ഞാൻ കൃത്യമായിട്ട് ഈ ശ്രദ്ധ എന്ന് പറയുന്ന ആളിനെ കണക്ട് ചെയ്യിപ്പിച്ച്, അതായത് മറ്റ് 1ാമത്തെ ഗ്രൂപ്പും 2ാമത്തെ ഗ്രൂപ്പിനെയും കണക്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റൂ. 3ാമത്തെയും 4ാമത്തെയും ഗ്രൂപ്പിനെ കണക്ട് ചെയ്തുകൊണ്ടാൻ പറ്റും. ഇവിടെ പറയുന്നത് അവിടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ 8 അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ 2 മാസം 1.5 മാസമായപ്പോൾ 8 ഗ്രൂപ്പായിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു വർഷം പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 2-3 ചന്ദ്രവട്ടം പോവുകയാണെങ്കിൽ എത്ര ഗ്രൂപ്പ് വരും? അപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് പറയുന്ന എല്ലാ കാര്യത്തിലേക്കും നമ്മളെ ശ്രദ്ധ പതിപ്പിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അത് ആശയം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ആശയം ഉണ്ടായതിന് ശേഷം ആ ആശയത്തിലേക്ക് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഏതെങ്കിലും ശ്രദ്ധിച്ചിട്ട് നടക്കാതെ വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് നോർത്ത് പോൾ മാറ്റിയിട്ട് സൗത്ത് പോൾ ആക്കി കൊടുക്കുക. തീരുമാനങ്ങൾക്ക് ചേഞ്ച് വരുത്തുക. കണക്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അടുത്തത് ഈ കോസ്മിക് തത്വങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് നോക്കിപ്പോണം കേട്ടോ. ഞാൻ നോട്ടൊക്കെ ഇടാതിരിക്കുന്നതിൻ്റെ കാരണങ്ങളുണ്ട്. ഒന്ന് വർക്ക് തീർന്നില്ല, അല്ലെങ്കിൽ പോലും സിമ്പിളായിട്ട് പടങ്ങളൊന്നും വർക്ക് തീരുക എന്ന് പറഞ്ഞാൽ പടങ്ങൾ സെറ്റായിട്ടില്ല, അത്രേ ഉള്ളൂ. പ്രതിഫലന തത്വം നമ്മൾ ഒരു ആശയം, നേരത്തെ പറഞ്ഞ കണക്ക് ഊർജ്ജമൊക്കെ ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്തു? ശ്രദ്ധ കൊടുത്തു, അതിനൊരു ആശയം കൊടുത്തു, കാന്തിക ബലത്താൽ ഏകീകരിച്ചു. പക്ഷേ അത് ഈ പ്രതിഫലന തത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ
ഇതിനെ എല്ലാം ഡെവലപ്പ് ആയതിനു ശേഷം നമ്മൾ കൊടുക്കുന്നതായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഉദാഹരണം, അത് ഇപ്പോൾ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. നല്ലൊരു സേവനമാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും നല്ലൊരു സേവനമാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ എനിക്ക് പുതിയ പുതിയ ആൾക്കാരും ഈ ചെയ്ത സേവനത്തിന് നല്ല പ്രതിഫലവും എനിക്ക് കിട്ടും. ശരി, ഏറ്റവും കൂടുതൽ അത് സേവനം, ഇത് നമ്മൾ മണി തത്വത്തിൽ നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മൾ കൊടുക്കുന്നത്, അതായത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ പണത്തെ ആഗ്രഹിച്ചു കൊടുക്കുമ്പോൾ പണം നമ്മളിലേക്ക് പ്രവഹിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ പണത്തെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, പണത്തിനോട് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുമ്പോൾ അത് നമ്മളിലേക്ക്, നമ്മൾ എത്രമാത്രം വേണോ അതിനെ നമ്മൾ ശ്രദ്ധിക്കുക, ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഊർജ്ജമാണ്. പണവും ഊർജ്ജമാണ്. പണം എന്ന് പറഞ്ഞാൽ നോട്ടും ഊർജ്ജമാണ്. അത് നമ്മളിലേക്ക് പ്രവഹിക്കും. പക്ഷെ നമ്മളിലേക്ക് പ്രവഹിക്കണമെങ്കിൽ പണത്തിന് മറ്റൊരു പ്രോസസ്സുണ്ട്. അതിൻ്റെ കാരണം, നമ്മളെ കയ്യിലിരിക്കുന്ന, ഇന്ന് നമ്മളെ കയ്യിലൊരു 500 രൂപ ഉണ്ടെങ്കിൽ ആ 500 രൂപയുടെ അടുത്ത് എടുത്ത് വെച്ച് ആ 500 രൂപ ഒന്ന് നോക്കി, ആ പൈസയിലൊന്ന് നോക്കിയിട്ട് നീ ഇതുവരെ ചെയ്ത ഈ നോട്ടിലോട്ട് നോക്കിയിട്ട് ഒരു മെഡിറ്റേഷൻ മൈൻഡിൽ നിങ്ങൾ ആ പൈസയിലേക്ക് നോക്കിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഇറങ്ങിയ സമയം മുതൽ എത്ര പേരുടെ പ്രശ്നങ്ങൾ, ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ, എത്ര പേരുടെ വിശപ്പ്, അപ്പോൾ എത്ര പ്രവർത്തനങ്ങൾ ചെയ്തായിരിക്കും നമ്മളടുത്തേക്ക് അതിവിടെ എത്തിയിട്ടുള്ള. ആ ഒരു നോട്ട് മാത്രം ചെയ്തിട്ടുള്ള ജോലി എന്താണെന്നുള്ളതെന്ന് നമ്മളൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ചൊന്ന് പറയും. നോട്ട് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നോട്ട് ഇപ്പം നമ്മളെടുത്ത് പറയുമോ, അങ്ങനെയൊന്നുമല്ല. നമ്മൾ അകക്കാമ്പിലൂടെ, ഇത് മൈൻഡുമായി ബന്ധപ്പെട്ടാണ്. മനസ്സിൻ്റെ പൂർണ്ണമായ കോൺഷ്യസ് മൈൻഡിൻ്റെ അകത്താണ് നമ്മൾ എപ്പോഴും നിൽക്കുന്നത്. എല്ലാം നമ്മളെ ബോധത്തിനകത്താണെന്ന ധാരണ ഉള്ളവർക്ക് അത് മനസ്സിലാവില്ല. അത് ഉപബോധ മനസ്സിൻ്റെ ആഴങ്ങളും കൂടെ വെച്ചിട്ട് നമുക്ക് ചില സത്യങ്ങൾ, ആ ഒരു നോട്ടിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ കയ്യിൽ ഇന്നിരിക്കുന്ന ഈ പൈസകൾ ലോകത്ത് എന്തെല്ലാം നല്ലത് ചെയ്ത് വന്നിട്ടുള്ളതാണ് കാര്യമാണ്. മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, മനുഷ്യൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത്. ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള എത്ര പേര് ഏതൊക്കെ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ഈ നോട്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാനൊന്നും പറ്റില്ല. നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പോൾ നമ്മളെ കയ്യിലിരിക്കുന്ന നോട്ടെന്ന് പറയുന്നത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, ഒരുപാട് പരിചയമുള്ള ആളാണ്, ഒരുപാട് വേദനകൾ കണ്ട ആളാണ്, ഒരുപാട് ആഘോഷങ്ങൾ കണ്ട ആളാണ്, ഒരുപാട് ചെറ്റത്തരങ്ങൾ കണ്ട ആളാണ്, ഒരുപാട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടിട്ടാണ് നമ്മളെ പോക്കറ്റ് വന്നിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും, മനസ്സിലല്ലേ, ഇപ്പം സിമ്പിളാണ്, ഈ പൈസ സിമ്പിളാണെന്നൊക്കെ പറയും. പക്ഷേ അവൻ്റെ എക്സ്പീരിയൻസിൻ്റെ പകുതി നമുക്ക് അളക്കാൻ പറ്റില്ല. ഒന്ന് ജസ്റ്റ് പുറത്തോട്ട് വിട്ടു നോക്കിയേ, അത് പോണ പോക്ക് നോക്കാം, എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ പണത്തിന് വേറൊരു പ്രോസസ് തന്നെയാണ്. കാരണം നമ്മൾ ആദ്യകാലത്ത് നമ്മൾ മനുഷ്യൻ ആശയവിനിമയം ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മരശിഖരങ്ങളും മര ഇലകളും ഒടിച്ച് അവൻ വഴി തെളിച്ച് അവൻ യാത്ര ചെയ്ത കഥ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ നിന്ന് ഇതുവരെ അവിടെ നിന്ന് പിന്നെ അത് ചിത്രങ്ങളാക്കി, ചിത്രലിപിയാക്കി, അക്ഷരലിപിയാക്കി, ഇന്ന് കുത്തുലിപിയാക്കി, ഡിജിറ്റൽ ലിപിയാക്കി മാറിയപ്പോൾ ഇന്ന് ലോകത്തോളം വികസിച്ചത് ആ ചിത്രം കാണാനാണ്, അല്ലെങ്കിൽ ആദ്യം പാറയിൽ വരച്ച ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അവിടെ തുടങ്ങിയ ചിന്തയാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതേപോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഈ പണത്തിന്. അത് പണത്തിൻ്റെ രൂപമാറ്റം മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. അത് ആദ്യം നമ്മൾ ഒരു രൂപയുടെയൊക്കെ തുട്ടിലൊക്കെ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ നോട്ടിലൊക്കെ നോക്കിയാൽ അതിൽ 2 ഇല കൊടുത്തിട്ടുണ്ട്. അതായത് ഇലകൾ കൊണ്ട് നമ്മൾ കുട്ടിക്കാലത്ത് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഒരു മനുഷ്യൻ്റെ ജനിച്ച് മരിക്കുന്നതിനകത്ത് പല കളികളിലൂടെയും മനുഷ്യൻ പ്രാകൃതത്തിൽ വന്ന കാര്യങ്ങൾ ചെയ്യും. നമ്മൾ വഴി മുമ്പേ പോയ സ്ഥലത്തേക്ക് നമ്മൾ മുമ്പേ പോയി എന്ന് അറിയിക്കാൻ വേണ്ടി മൊബൈലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പ്രായത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റോട്ടിൽ വരച്ച് വെച്ചിട്ട് പോയിട്ടുണ്ട്. സ്കൂളിലൊക്കെ പോകുമ്പോൾ കൂട്ടുകാർ ബാക്കിൽ നിന്ന് വരുമ്പോൾ മുമ്പേ പോണൊരു വരച്ച് വെച്ചിട്ടുണ്ട്, ഇല ഒഴിച്ചിട്ടിട്ടുണ്ട്, എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുട്ടിക്കാലത്ത് കച്ചവടം തുടങ്ങിയപ്പോഴത്തേക്ക് തെറ്റിയിലയും കാര്യങ്ങളും ഇലകൾ കൊണ്ടുവന്ന് എന്ത് ചെയ്ത്, അതിനു മുമ്പ് നമ്മൾ മുട്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും ചെയ്തെങ്കിൽ കച്ചവടം അല്ലെങ്കിൽ നമുക്ക് പൈസ എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇലകൾ ഉപയോഗിച്ച്
നമ്മൾ പൈസ കൊടുത്ത് ഇന്ന് നമ്മൾ ചെയ്യണം. അപ്പോൾ ഈ പ്രാകൃതമായിരുന്ന അല്ലെങ്കിൽ പുരാതന കാലം മുതൽ ആധുനിക കാലം വരെയുള്ള ഒരു പ്രോസസ്സ് ഒരു മനുഷ്യൻ ജനിച്ച് മരിക്കുന്നതിനകത്ത് അത് ഇതിനകത്ത് ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ ജീവി പറക്കം തുടക്കം മുതൽ അവസാനം വരെ എങ്ങനെയാണോ ആ ഒരു ശൃംഖല ഒരു മനുഷ്യൻ ജനിച്ച് മരിക്കുന്നതിനകത്തും പല കളികളിലൂടെയും പല പിന്നെ ജീവിത സിറ്റുവേഷനിലൂടെയും അവസാനം വയസ്സാകുന്ന ആ തലം വരെയുള്ള കാര്യങ്ങൾ അവൻ പല രീതിയിലും ഇത് ചെയ്തിട്ടുണ്ട്. അതാണ് മനുഷ്യൻ്റെ ഒരു 100 വർഷം അല്ലെങ്കിൽ ഒരു 50 വർഷം ജീവിക്കുന്ന അല്ലെങ്കിൽ 60 വർഷം ജീവിക്കുന്ന ഒരാൾ കുട്ടിക്കാലം വരെ നോക്കിയാൽ മനുഷ്യൻ രൂപപ്പെട്ട് ഇവിടം വരെ എത്തിയ ഒരു പ്രോസസ് ഉണ്ട്. അപ്പോൾ പൈസയും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇന്നത്തെ വാല്യൂയും ഇന്നത്തെ രൂപവുമാണ് നമ്മളെ കയ്യിലിരിക്കുന്ന നോട്ടും. അല്ലെങ്കിൽ നമ്മളിൽ ഇന്ന് നോട്ട് പോലും ഇല്ല, നമ്മളുടെ മൊബൈലിലിരിക്കുന്ന അക്കൗണ്ടിൽ കിടക്കുന്ന ഡിജിറ്റ് നമ്പറുകൾ, ഇതിനൊക്കെ ആ വാല്യൂ ഉണ്ട്. അപ്പം നമ്മൾ ഈ പ്രതിഫലന തത്വം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ ഒരാളെ സത്യസന്ധമായി സേവിക്കുക, ഇതാണ് ഈ പണത്തിന് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ഏറ്റവും നല്ല മാർഗം. അതായത് ആ ആൾ എത്ര കറങ്ങിപ്പോയാലും പെട്ടെന്ന് വീണ്ടും വീണ്ടും 10 മടങ്ങായിട്ട് 100 മടങ്ങായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരാനുള്ള ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഈ പ്രതിഫലന തത്വം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് 10 മടങ്ങായിട്ട് തിരിച്ചു വരുന്നതാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അതിനെ ഉപയോഗപ്രദമായ രീതിയിൽ മറ്റൊരു മനുഷ്യനെ സേവിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ 2000 രൂപ എനിക്ക് തരുമ്പോൾ എങ്ങനെ 20,000 രൂപയുടെ ഗുണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ 2 ലക്ഷം രൂപയുടെ ഗുണം എനിക്ക് തിരിച്ചു വരും. ഇതാണ് എൻ്റെ ഈ സംസാരം വ്യക്തമാവുന്നില്ലേ, നിറം എൻ്റെ കളർ ഇത് വ്യക്തമാവുന്നില്ല. സംസാരമാണോ സാറേ? ഹലോ, സംസാരമാണോ? ഒരു സെക്കൻഡ്. കറണ്ട് പോയായിരുന്നു, ഒരു മിനിറ്റ്.